Hi all, good morning and welcome back. ഇപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. മാം യെസ് അമീന, ഇത് എത്രാമത്തെ ക്ലാസ്സാ? ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ അമീന. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററുകൾ ഉള്ളത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മൾ മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തെങ്കിൽ ഇന്ന് ബേസിക് കോൺസെപ്റ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി ക്ലാസ്സിൽ ഇന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. സൺഡേ ആവുമ്പോഴേക്ക് ഇപ്പൊ ഇന്നത്തെ ക്ലാസ് വരെ തന്നെ ചെയ്യും, ഇന്ന് തന്നെ ചെയ്യും കേട്ടോ. ഓക്കെ, പോപ്പുലേഷൻ, സാമ്പിള്, അതുപോലെ തന്നെ പാരാമീറ്റർ, സ്റ്റാറ്റിസ്റ്റിക്, വേരിയബിൾസ്, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ കവർ ചെയ്യുന്നത്. Okay, some of the relevant basic concepts in statistics are population, sample, parameters, statistics and variable. Statistics ആണ്, sticks എന്നില്ല. അപ്പൊ ഇതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ പോപ്പുലേഷൻ സാമ്പിൾ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏത് വിഭാഗമാണ് ഇവിടെ പോപ്പുലേഷൻ എന്ന് പറയാം. ഇപ്പൊ കേരളത്തിലെ ഇന്ത്യയിലെ വിധവകൾ, കോഴിക്കോട്ടെ വ്യാപാരികൾ, അതുപോലെ ആന്ധ്രാപ്രദേശിലെ ക്രിമിനൽസ്, പിന്നെ തമിഴ്നാട്ടിലെ കർഷകർ, ഇവരൊക്കെ നമ്മളെ ആരെയും സ്റ്റഡിക്ക് വേണ്ടി ആ ഗ്രൂപ്പിനെ മൊത്തത്തിലാണ് നമ്മൾ എന്തെന്ന് പറയാം പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ പോപ്പുലേഷനെ മൊത്തം എടുത്ത് പഠിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പൊ ഇന്ത്യയിലെ സെൻസസ് എന്നൊക്കെ പറഞ്ഞാൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുണ്ടോ, എല്ലാവരും എടുത്ത് പഠിക്കാൻ പറ്റും? അപ്പോൾ ഈ പോപ്പുലേഷനിൽ നമ്മൾ കുറച്ചു പേരെ മാത്രം സെലക്ട് ചെയ്തിട്ട് പഠിക്കും. ഈ സെലക്ട് ചെയ്ത്, അതായത് കേരളത്തിലെ അഡോളസൻസ് എന്ന് പറയുന്നത് വലിയൊരു ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ഓരോ ജില്ലയിൽ നിന്ന് 100 പേരെ എടുത്തു, 1400 പേര്. ഈ 1400 പേരെ നമ്മൾ വിളിക്കാം സാമ്പിൾസ് എന്ന്. സാമ്പിൾസ്, എന്നിട്ട് ഈ സാമ്പിളുകളെ നമ്മൾ പഠിക്കും. എന്നിട്ട് ഇത്തരം പോപ്പുലേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ജനറലൈസ് ചെയ്യും. അതായത് കേരളത്തിലെ അഡോളസൻസ് കുട്ടികൾക്ക് ക്ലാസ് റൂം സ്ട്രെസ്സും ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും കാരണം മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ മെന്റൽ ഹറാസ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് പഠിക്കരുത് വിചാരിക്കും. പോപ്പുലേഷൻ ആരാം? കേരളത്തിലെ മൊത്തം കുട്ടികൾ അഡോളസൻസ്. ഇതിൽ നിന്ന് നമ്മൾ ഓരോ ജില്ലയിൽ 100 പേരെ വെച്ച് സെലക്ട് ചെയ്തു. 1400 പേരെ സെലക്ട് ചെയ്തു. 1400 അഡോളസൻസിനെ സെലക്ട് ചെയ്തു. അവരിൽ സ്റ്റഡി ചെയ്തു, ഉത്തരം കണ്ടെത്തി. എന്താണ്? ക്ലാസ് റൂം സ്ട്രെസ് കാരണവും ആ ടീച്ചേഴ്സിന് അക്കാഡമിക് പ്രഷർ കാരണം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഈ 1400 പേര് വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തിയെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ? കേരളത്തിലെ മൊത്തം കുട്ടികൾക്ക് ഈ പ്രശ്നം. അതായത് ഈ സാമ്പിൾസിൽ കിട്ടുന്ന ഉത്തരം നമ്മൾ പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാര്യം പിടികിട്ടിയോ? എന്താ ഞാൻ പറഞ്ഞു വന്നത്? പിടികിട്ടിയോ? പറഞ്ഞേ, പിടികിട്ടിയോ? യെസ് മാം. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം കേട്ടോ. നോക്കിക്കേ, population, this term can be used to describe the persons, objects, elements, animal or even reaction that display a pattern of characteristics that is unique. കേട്ടോ, ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു പേഴ്സൺസ് ആവാം, ഒബ്ജക്ട്സ് ആവാം, എലമെന്റ്സ് ആവാം, ആനിമൽസ് ആവാം. ഒരു പ്രത്യേക തരം സ്വഭാവമുള്ള, യുണീക്ക് ആയിട്ടുള്ള സ്വഭാവമുള്ള നമ്മൾ പിന്നെ പഠിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് പോപ്പുലേഷൻ. ഇത് പേഴ്സൺസ് ആവാം, ഒബ്ജക്ട്സ് ആവാം, എലമെന്റ്സ് ആവാം, ആനിമൽസ് ആവാം. It can also be explained as a set of persons, a set of persons, set of objects, set of elements, animals, reaction that the researcher wants to study. ഒരു റിസർച്ചർക്ക് സ്റ്റഡി ചെയ്യാൻ ആവശ്യമുള്ള സെറ്റ് ഓഫ് പേഴ്സൺസിനെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ, എലമെന്റ്സിനെ, ആനിമൽസിനെ, റിയാക്ഷനെ ഒക്കെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. If a researcher want to carry out a study on adolescents in New Delhi, കേട്ടോ, ന്യൂഡൽഹിയിലെ അഡോളസൻസിനെ പറ്റി പഠിക്കണമെങ്കിൽ then his her population will be all the adolescents in New Delhi. ഒരു ആൾക്ക് ന്യൂഡൽഹിയിലെ അഡോളസൻസിനെ വെച്ച് ഒരു സ്റ്റഡി പഠിക്കണം എന്നാണെങ്കിൽ ആ ന്യൂഡൽഹിയിലെ എല്ലാ അഡോളസൻസും
population can be finite or infinite in nature. കേട്ടോ ചിലപ്പോൾ നമുക്ക് എണ്ണാൻ പറ്റും, ചിലപ്പോൾ അതാണ് ഫൈനൈറ്റ്, നമ്പർ കൗണ്ട് ഉള്ളതിനെയാണ് ഫൈനൈറ്റ്, ചിലപ്പോൾ എണ്ണാൻ പറ്റാത്തത് അതിനായിട്ടായിരിക്കും, അതാണ് ഇൻഫിനിറ്റ്. ഫോർ എക്സാമ്പിൾ വേൾഡിലെ മൊത്തം അഡോളസൻസ് ഇൻഫൈനൈറ്റ് ആണ്. Okay, an example of finite population is number of students in a school. കേട്ടോ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലെ കുട്ടികൾ ഫൈനൈറ്റ് ആണ്. who have failed in mathematics. മാത്തമാറ്റിക്സ് ഒരു സ്കൂളിൽ മാത്സിൽ തോറ്റ കുട്ടികൾ ഫൈനൈറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം. And an example of infinite population would be number of stars in the sky. സ്കൈലൊക്കെ സ്റ്റാർസ് ഇൻഫിനിറ്റ് ആവാം. പോപ്പുലേഷൻ ഫൈനൈറ്റ് ആവാം, ഇൻഫിനിറ്റ് ആവാം. ഒരു റിസർച്ചർ അദ്ദേഹത്തിന്റെ സ്റ്റഡിക്ക് വേണ്ടി എടുക്കുന്ന സെറ്റ് ഓഫ് പേഴ്സൺസ്, ഒബ്ജക്ട്സ്, എലമെന്റ്സ്, ആനിമൽസ്, റിയാക്ഷൻ എന്തും എന്താണ് പോപ്പുലേഷൻ ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി സാമ്പിൾ. In simple terms, samples can be defined as a group of individuals who participate in the research. കണ്ടോ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ചെറിയൊരു നമ്പർ ഓഫ് ആളുകളെയാണ് സാമ്പിൾ. If we take the example of adolescents in New Delhi discussed above, it is not feasible for the researcher to contact and collect data from all the adolescents in New Delhi. കേട്ടോ ന്യൂ ഡൽഹിയിലെ അഡോളസൻസ് ആണ് നമ്മുടെ പോപ്പുലേഷനിൽ. എല്ലാ അഡോളസൻസും ന്യൂ ഡൽഹിയിലുള്ള എല്ലാ അഡോളസൻസിന്റെ അടുത്തും പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക, അവർക്ക് ഇന്റർവ്യൂ ചെയ്യുന്നത് നടക്കുന്ന കേസല്ല. Thus, the researcher will take a sample preferably representative from the population. ഈ പോപ്പുലേഷൻ തന്നെയുള്ള കുറച്ച് പേര് നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് ഈ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹിയിൽ തന്നെയുള്ള അഡോളസൻസ് ആയിരിക്കണം. ഒരിക്കലും ഹരിയാനയിലുള്ള അഡോളസൻസിൽ പെടാൻ പാടില്ല. ന്യൂഡൽഹിയിൽ തന്നെയുള്ള ഈ പോപ്പുലേഷനിൽ പെട്ട കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യപ്പെടുന്നവരെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. To take another example, in a cold drink factory, Pepsiയുടെ cold drink factory എടുക്കാണ്. If the quality inspector wants to find out if the quality and taste of the cold drink is adequate, he or she will not test all the bottle of cold drink, but the sample and test the same, preferably the sample is taken randomly. ഒരു കൊക്കോല കമ്പനി നല്ല കണക്കിൽ കൊക്കോല ഉണ്ടാക്കി വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോന്നോ നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് ടെസ്റ്റ് ചെയ്യും. അല്ലാതെ എല്ലാ കുപ്പിയും തുറന്നു നോക്കോ? അപ്പൊ അയാൾ എന്താക്കും, ഒരു റാൻഡം ആയിട്ട് 5 പിക്ക് ചെയ്ത് തുറന്നു കുടിച്ചു നോക്കും. അപ്പൊ അയാളുടെ മൊത്തം കുപ്പികൾ പോപ്പുലേഷനും അയാൾ സെലക്ട് ചെയ്ത 5-6 കുപ്പിയാണ്. അതായത് ആ ഒരു ഹോൾ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്ത് ഒരു കുറച്ച് ആളുകളാണ് അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ എടുത്ത് ടെസ്റ്റ് ചെയ്യും. അതിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. Thus, a sample is a smaller group from the population and that participate in the research. കണ്ടോ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സ്മോൾ ഗ്രൂപ്പിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. It is important that the sample is representative of the population. കേട്ടോ പോപ്പുലേഷൻ തന്നെ സാമ്പിൾ എടുക്കണം. ന്യൂഡൽഹിത്തെ അഡോളസൻസ് ആണെങ്കിൽ ന്യൂഡൽഹിത്തെ അഡോളസൻസ് തന്നെ എടുക്കണം. അതുകൊണ്ട് ഹരിയാനത്തെ അഡോളസൻസിന് എടുക്കരുത്. ഒരു സ്കൂളിലെ 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് നമ്മൾ പോപ്പുലേഷനിൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെ നമ്മൾ സാമ്പിളായിട്ട് എടുക്കണം. 9ാം ക്ലാസ്സിൽ ഒരു കുട്ടി പോലും അതിൽ പെടരുത്. That is, it is as much as possible similar to the population of possess the same characteristics or elements as the population. Population പോലെ തന്നെയുള്ള ആളുകളെ വേണമെങ്കിൽ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വേണമെങ്കിൽ ന്യൂഡൽഹിയിലുള്ള അഡോളസൻസ് ആയാലും 2 മാസമായിട്ട് കേരളത്തിലാണ് ആള്. അയാൾ നമുക്ക് സെലക്ട് ചെയ്യണം. അയാൾ ന്യൂഡൽഹി തന്നെയായാലും 2 മാസമായിട്ടുള്ള കേരളത്തിൽ. അതാണ് സിമിലർ ടു പോപ്പുലേഷൻ or possess the same characteristics or elements of the population. പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എലമെന്റ്സ് ഒക്കെ ഉള്ള ആളുകളാണ് സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. Thus, sampling techniques are relevant in research. ഈ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്ന ടെക്നിക്കുകൾ ഉണ്ട്. സാമ്പിൾസ് നമ്മൾ വെറുതെ സെലക്ട് ചെയ്യില്ല, ടെക്നിക്കുകൾ വെച്ചിട്ടാണ് വിളിക്കുന്നത്. സാമ്പിളിംഗ് ടെക്നിക് categorized into probability sampling. പ്രോബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ്. അതായത് ഈ സാമ്പിൾസിന് സെലക്ട് ചെയ്ത ടെക്നിക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സാമ്പിളിംഗ് ടെക്നിക്സ് എന്ന് പറയാം. അത് 2 തരത്തിലുണ്ട്, പ്രോബിലിറ്റി സാമ്പിളിംഗും നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗും. ഓക്കെ, പ്രോബിലിറ്റി സാമ്പിളിംഗ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്,
സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് റാൻഡം സാമ്പിളിംഗ്. ഇത് നിങ്ങൾക്ക് BPCC 105 സെക്കൻഡ് ഇയറിലുള്ള BPCC 105 വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഇനി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണെങ്കിൽ കൺവീനിയൻസ് സാമ്പിളിംഗ്, വോളണ്ടറി സാമ്പിളിംഗ്, ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്, ക്വാട്ട സാമ്പിളിംഗ്, സ്മോൾ. ഓക്കെ ആണോ? ഓക്കെ ആണോ? സാമ്പിൾ എന്താണെന്ന് മനസ്സിലായോ? എല്ലാവരും പറഞ്ഞു സാമ്പിൾ എന്താണെന്ന് മനസ്സിലായോ എന്ന്? ക്ലിയർ ആണ് മാം. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, പാരാമീറ്റർ എന്താണെന്നാണ് പറയാനുള്ളത്. എ പാരാമീറ്റർ ക്യാൻ ബി ടേം ആസ് എ വാല്യൂ ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ ദാറ്റ് ഇസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ റിസർച്ച്. അതായത് റിസർച്ചിൽ നമ്മൾ സെലക്ട് ചെയ്ത ആളുടെ ഒരു സ്വഭാവം പറയുന്നു, ഇൻഫർമേഷൻ തരുന്നതിനെയാണ് നമ്മൾ പാരാമീറ്റർ. ഇത്ര വയസ്സ്, ഇത്ര ഹൈറ്റ്. 10ാം ക്ലാസ്സിലെ കുട്ടികളെ എടുക്കാണ്, 14 ഇടയിലാണ് പ്രായം, അവരെ ആവറേജ് വെയിറ്റ് 45 പിന്നെ കോഴിക്കോട് ജില്ലയിലുള്ളവരാണ്. ഇങ്ങനെയൊക്കെ പാരാമീറ്റർ. It can be described as a measure of the population and report indicates a central value, dispersion, correlation, and so on of an individual of the population. Population individual details പറയുന്ന കാര്യങ്ങളാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്, ഇന്ന പ്രായമാണ്, ഇന്ന ഹൈറ്റ് ഉണ്ട്, ആവറേജ് വെയിറ്റ് ഇതാണ്, മാത്സിലെ ആവറേജ് സ്കോർ ഇതാണ്, ഇതൊക്കെ പാരാമീറ്റർ ഉണ്ട്. ഓക്കെ. For example, if a researcher wants to know mean weight of a newly born infant in India in a given year, this can be termed as a parameter as to describe the weight of all the newly born infants in India in a given year. കേട്ടോ, 2025 ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള കുട്ടികളുടെ ആവറേജ് വെയിറ്റ് ഒരു പാരാമീറ്റർ ആണ്. ആ ഇൻഫർമേഷൻ ആണ് നമ്മൾ എടുക്കുന്ന പോപ്പുലേഷന്റെ ഇൻഫർമേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പാരാമീറ്റർ എന്ന് പറയുന്നത്. An exact parameter is not always easy to obtain, and any parameter will be have a statistic. Parameter എടുക്കുന്നത് അത്ര സിമ്പിൾ ഒന്നല്ല. എക്സാക്ട് കുട്ടികൾക്ക് ഇന്ത്യയിലെ മൊത്തം ജനിച്ച കുട്ടികളുടെ ആവറേജ് വെയിറ്റ് കണ്ടെത്താൻ പറ്റുമോ? വെരി ഡിഫിക്കൽട്ട്. അവിടെയാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടാവുക. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്? As aspect of the population are measured by a parameter, aspect of a sample are measured by statistics. നമ്മൾ എടുക്കുന്ന സാമ്പിൾസിന് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. അതായത് ഈ കേരളത്തിലെ മൊത്തം അഡോളസൻസിന്റെ വയസ്സ്, വെയിറ്റ്, ഹൈറ്റ്, അവരുടെ മാത്സിലെ ആവറേജ്, ഇതൊക്കെ പാരാമീറ്റർ ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത 1400 പേരില്ലേ, അവരുടെ ഹൈറ്റ്, വെയിറ്റ്, മാത്സിലുള്ള മാർക്ക്, അതാണ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പൊ ഒരു പോപ്പുലേഷന്റെ ഗിവൺ ഇൻഫർമേഷനെ പാരാമീറ്റർ എന്ന് വിളിക്കുകയാണെങ്കിൽ ഒരു സാമ്പിളുടെ ഇൻഫർമേഷനെയാണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. Thus, the researcher will measure the weight of, say, 500 newly born infants, a sample representing all the newborn infants in a given year, and work out the mean weight. This mean weight can be termed as a statistic. കേട്ടോ, ഇന്ത്യയിൽ മൊത്തം ജനിച്ച കുട്ടികളുടെ ആവറേജ് വെയിറ്റിന് പകരം നമ്മൾ 500 പിള്ളേരെ എടുത്തു. ഈ 500 പിള്ളേരുടെ മീൻ വെയിറ്റ് എടുത്തു. അതാണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന്. അപ്പൊ പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് മനസ്സിലായോ? പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്കും എന്താണെന്ന് മനസ്സിലായോ? പറഞ്ഞേ. ഓക്കെ. ഇനി പാരാമീറ്ററുകൾ എങ്ങനെയാണ്? സിമ്പിൾ ഓഫ് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് വാരി പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്. അതായത് സ്റ്റാറ്റിസ്റ്റിക് പാരാമീറ്റർ ഒരേപോലെയല്ല കാണിക്കാത്ത സിമ്പിൾസ് ആണ് പറഞ്ഞു തരുന്നത്. മീനിന് പാരാമീറ്റർ ആണെങ്കിൽ മ്യൂ എന്നാണ് എഴുതാം. ഇങ്ങനെ എഴുതാം. സ്റ്റാറ്റിസ്റ്റിക് ആണെങ്കിൽ എക്സ് ബാർ. എസ് ഡി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പാരാമീറ്റർ ആണെങ്കിൽ സിഗ്മ എന്നാണ് എഴുതുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കിൽ സ്മോൾ എസ് ആണ്. വേരിയൻസിന് സിഗ്മ സ്ക്വയർ എന്നാണ് എഴുതുന്നതെങ്കിൽ എസ് സ്ക്വയർ ആണ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ. അപ്പൊ മ്യൂ, എക്സ് ബാർ, സിഗ്മ, സ്മോൾ എസ്, സിഗ്മ സ്ക്വയർ, സ്മോൾ എസ് സ്ക്വയർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ. ഞാൻ ഇതൊക്കെ എടുത്തിട്ടുള്ളൂ കാരണം 5ാമത്തെ ബേസിക് കോൺസെപ്റ്റ് വേരിയബിൾ ആണ്. വേരിയബിൾ നന്നായി തന്നെ പറഞ്ഞു തരണം. എക്സാമ്പിൾ ഒക്കെ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണം.
അത് വേറെ ഞാൻ 1.5-നൊക്കെ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്ക് ഒക്കെ വാങ്ങി വെക്കണം, കാരണം ഞാൻ ചെറിയൊരു വർക്കൊക്കെ തരും. പിന്നെ അടുത്ത മൺഡേയുടെ സെഷനിൽ ഒരു ആൻസർ എങ്ങനെ 10 മാർക്കിന് എഴുതണം എന്ന് ഞാൻ കാണിച്ചു തരും. അത് പകർത്തി എഴുതണം. അതുപോലെ ഓരോ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ 10 മാർക്കിന് പകർത്തി എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള വിസ്മയക്ക് അതത് സമയത്ത് അയച്ചു കൊടുക്കണം. വിസ്മയ അത് ചെക്ക് ചെയ്യും. ആരൊക്കെ അയച്ചു തന്നെന്നുള്ളത് വിസ്മയ എന്തെങ്കിലും എനിക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇനി അങ്ങനെയാട്ടെ വരുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയേഴ്സിൽ 2 വിഷയം നിങ്ങൾ നോട്ട് എഴുതിയാൽ മതി. ഒന്ന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും, രണ്ടാമത് സ്റ്റാറ്റ്. മൂന്നാമത് നിങ്ങൾക്ക് എടുക്കുന്ന വിഷയം EVS ആണ്. EVS നിങ്ങൾക്ക് അറിയാലോ, 1 വേർഡ് ആയിട്ട് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഇന്നലെ ആരെങ്കിലും പങ്കെടുത്തിരുന്നോ? എൻവയോൺമെന്റ് ക്ലാസ്സിൽ ഇവിടെ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? ആരെങ്കിലും? ഇന്നലെ നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ആപ്പിൽ ഇട്ടുതരാം കേട്ടോ. ഓരോ ഭാഗത്തിലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വിസ്മയ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അത് മാത്രം നോക്കി പോയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ വിസ്മയ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് വിസ്മയ ആണ്. വിസ്മയ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഇംഗ്ലീഷിലെ നോട്ട് ആൻഡ്രോഷി എന്നെ ചെക്ക് ചെയ്യും. എന്റെ സ്റ്റാറ്റിയുടെ നോട്ട് ചെക്ക് ചെയ്യുക വിസ്മയ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇതിന് ഇത്രയും മതി. എനിക്ക് നിങ്ങൾക്ക് അതിന് കേസ് ഉണ്ട്. മൺഡേ കാണും. ഓക്കെ, ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി ഞാൻ മൺഡേ വരും. മൺഡേ എന്റെ ലാസ്റ്റ് ഫ്രീ ക്ലാസ് ആണ്. പിന്നെ നമ്മളെ റെഗുലർ ക്ലാസ് ട്യൂസ്ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറയുന്ന സ്റ്റാർട്ട് ആക്കി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് തന്നെ പഠിപ്പിക്കാന്നാണ് വിചാരിച്ച. കാരണം സ്റ്റാറ്റിക് കൂടുതൽ കോൺസെൻട്രേറ്റ്, സമ്മൊക്കെ ഞാൻ എക്സ്ട്രാ ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് സ്റ്റാറ്റിക് ഒരു നോട്ട് സ്റ്റാറ്റിക് ആയിട്ട് മസ്റ്റാണ്. ഒരുപാട് സമ്മ നമുക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾ 2 നോട്ട് പുസ്തകം മേടിച്ചോളാം. അതിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് വര എഴുതി മേടിച്ചോളൂ കേട്ടോ. പക്ഷെ സ്റ്റാറ്റിക് വരയില്ലാത്ത ഒരു നോട്ട് നിങ്ങൾ മേടിച്ചു വെക്കണം. കോളേജ് നോട്ടോ സാധാരണ എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ തരുന്ന വേർഡ്സ് അതത് സമയങ്ങളിൽ വിസ്മയം ചെക്ക് ചെയ്യും. നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഫെബ്രുവരി ആകുമ്പോഴേക്കും നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് ഓഫ്ലൈൻ ആയിട്ട് ശനിയോ ഞായറോ ക്ലാസ്സസ് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്റ്റാറ്റിയുടെ കണക്കുകളൊക്കെ ഒന്ന് ഇരുത്തി ചെയ്യിപ്പിക്കാനോ ഒക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മാത്രം വന്നാൽ മതി. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്ന് ഇത്രയും മതി. Hope the class was productive and informative. അടുത്തൊരു സെഷനുമായി നമ്മൾ കാണുന്നത്. Signing off. Bye. Take care.